ഇലക്ട്രിക് സർക്യൂട്ടിലെ ഒരു പ്രോബ്ലം പറയണത് എന്താ വെച്ചാൽ വോൾട്ടേജ് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, 80 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ സീരീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പ്രസ് ദ വാല്യൂ ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഗിവൺ അറ്റ് എൻ ഇൻസ്റ്റന്റ്, പവർ കൺസ്യൂംഡ്, potential difference across capacitor at instant when the current is 1/2 of its maximum value. തന്ന കാര്യങ്ങളെല്ലാം ആദ്യം ഒന്ന് എടുത്ത് എഴുതുക. വോൾട്ടേജ് എന്ന് പറയുന്നത് 100 സൈൻ 314t ആണ്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Vm സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ ഒമേഗയും ഇതും തമ്മിൽ, ഒമേഗ എന്ന് പറഞ്ഞാൽ 314 റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 314/2π ആണ്. 314 × 2 × 3.14 50 ഹെർട്സ് ആണ്. കപ്പാസിറ്റൻസ് 80 മൈക്രോ ഫാരഡേ ആണ്. 80 × 10⁻⁻6 ഫാരഡേ ആണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 ഓം ആണ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1/2πfc ആണ്. 1/2 × 2 × 3.14 × 50 × 80 × 10⁻⁻6 ആണ്. 39.8 ആണ് ക്രിയ ചെയ്താൽ കിട്ടുക കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ഇമ്പിഡൻസ് എന്ന് പറയുന്നത് √R² + X² ആണ്. 25² + 39.8² എന്ന് പറഞ്ഞാൽ 47 ഓം ആണ് റൂട്ടൂടെ കാണുമ്പോൾ. മാക്സിമം കറണ്ട് എന്ന് പറഞ്ഞാൽ മാക്സിമം വോൾട്ടേജ് / ഇമ്പിഡൻസ് ആണ്. മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ വോൾട്ടേജ് ഇവിടെ വന്നാൽ 100 ആണ്. 100 / 47 എന്ന് പറഞ്ഞാൽ 2.13 ആംപിയർ ആണ്. ഇപ്പം മാക്സിമം കറണ്ട് കണ്ടുപിടിച്ചു. ഫൈ കാണാൻ വേണ്ടി tan 1 XC / R. tan 1 39.8 / 25 57.5 ഡിഗ്രിയാണ്. അതിനെ റേഡിയനിലേക്ക് മാറ്റുകയാണെങ്കിൽ 57 × π / 180 ചെയ്താൽ 1.01 റേഡിയനാണ്. ഇക്വേഷൻ ഓഫ് ആൻ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ I എന്ന് പറയുന്നത് Im സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. നമുക്ക് Im എന്ന് പറയുന്നത് 2.13 ആണ്. സൈൻ ഒമേഗ ടിക്ക് പകരം ഒമേഗക്ക് പകരം 314 ടി ടൈം പ്ലസ് ഫൈ എന്ന് പറയുന്നത് 1.01 റേഡിയനാണ്. ദെൻ പവർ കൺസ്യൂം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ I² R ആണ്. കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2.13 എന്ന് പറയുന്ന മാക്സിമം വാല്യൂ ആണ്. RMS കാണാൻ √2² × 25 56.7 വാട്ടായി മാറും. മാക്സിമം വാല്യൂവിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? RMS വാല്യൂ കിട്ടാനായിട്ട് പറ്റും. വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ലാഗ് ദ സർക്യൂട്ട് ബൈ π/2 കറണ്ട് ബൈ π/2 റേഡിയൻ ആണ്. ദെൻ ദ ഇക്വേഷൻ VC = VCM സൈൻ 314 പ്ലസ് 1.01 π/2 ആണ്. സോ VCM ഈസ് I² × XC ആണ്. 2.1 XC എന്ന് പറയുന്ന 39.8 കൊണ്ട് ഗുണിച്ചാൽ 84 വാട്ടാണ്.
ഈ -π/2 ഇട്ടിരിക്കുന്നത് ആ വാല്യൂവിനെ കൊണ്ടുവരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പ്യുവർ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ കാണാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും വാല്യൂകളെല്ലാം തന്നിട്ടുണ്ട്, അത് കിട്ടുകയും ചെയ്തു. നമുക്ക് വേണ്ടത് കറണ്ടാണ്. കറണ്ടിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ വി മാക്സിമം എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് 84.8 വോൾട്ടാണ്. എന്ന് വെച്ചാൽ കറണ്ട് എന്ന് പറഞ്ഞാൽ 0.5 ഇൻറ്റു 2.13 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 213 സൈൻ 314 ടി പ്ലസ് 0.1 ആണ്. അതായത് റെസിസ്റ്റീവ്. സോ അതിൽ നിന്ന് നമുക്ക് 314 പ്ലസ് 1.01 കാണാനായിട്ട് 0.5 ഇൻറ്റു 2.3 ഡിവൈഡ് ബൈ 2.3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.5 കിട്ടും. അപ്പോൾ 314 ടി പ്ലസ് 0.1 എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 0.5 ആണ്. സൈൻ ഇൻവേഴ്സ് 0.5 എന്ന് പറഞ്ഞാൽ 180/6 30 ഡിഗ്രി അല്ലെങ്കിൽ π/6 റേഡിയൻ ആണ്. അപ്പോൾ വി സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2.13 ആണ് മാക്സിമം. പിന്നെ സൈന്, പിന്നെ ഇതിനെല്ലാം കൂടെ പകരം π/6 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, -π/2. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ 6 കോമൺ ഫാക്ടർ എടുത്താൽ 6ൽ നിന്ന് 2 പോയാൽ π/3 ആയി മാറും, -π/3 ആയി മാറും. ആ വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -73.5 വോൾട്ട് എന്ന് കിട്ടും. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കപ്പാസിറ്റർ ആണ് കാണാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് 73.5 ആണ്. ഇതിൽ ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ ഹാഫ് ആവുന്ന വെൻ ഐ ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ മാക്സിമം കറണ്ട് കാണാനാണ്. ഹാഫ് ഓഫ് ദ മാക്സിമം വാല്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് 0.5, ഹാഫിന് പകരം 0.5 ഇൻറ്റു മാക്സിമം വാല്യൂ. മാക്സിമം കറണ്ട് 2.13 ആണ്. 2.13 ആണ്. 2.13 നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2.13 നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? വോൾട്ടേജ് മാക്സിമം 100 ആണ്. 100 ഡിവൈഡ് ബൈ 47 2.13 ആണ്. അത് മാക്സിമം വാല്യൂ ആണ്. ആ മാക്സിമം വാല്യൂ ആണ് പകുതിയായിട്ട് മാറണത്. ആ സമയത്ത് പക്ഷേ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ സൈൻ ഒമേഗ ടി പ്ലസ് 1.01 മൈനസ് π/2 ആണ്. ഓക്കെ, മാക്സിമം വോൾട്ടേജ് കാണാൻ വേണ്ടിയാണ് ആ കറണ്ടിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. കാരണം വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററിൻ്റെ മാക്സിമം വാല്യൂ ആണ് മാക്സിമം കറണ്ടിൻ്റെ സ്ക്വയർ ഇൻറ്റു എക്സ് സി ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് കാണുന്നുണ്ട്? മാക്സിമം വോൾട്ടേജും കണ്ടെത്തി, അതേപോലെ തന്നെ മാക്സിമം വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററും കണ്ടെത്തി. ആ വാല്യൂ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 314 ടി പ്ലസ് 1 എന്ന് പറയുന്നതിൻ്റെ വാല്യൂവിൽ നിന്ന് ടൈമിനെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് കണക്കൂട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 314 ടി പ്ലസ് 1.01 ഒരുമിച്ച് കണക്കൂട്ടിയിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്ലൈ വോൾട്ടേജ് 100 സൈൻ 314 ടി ആണെങ്കിൽ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് കാണണമെങ്കിൽ ആദ്യം അവർ തമ്മിലുള്ള വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ റേഡിയനിലേക്ക് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ.
അതാണ് ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ ആറ്. അത് കണ്ട ശേഷം ഒരു -π/2 കൂടെ ചേർക്കേണ്ടി വരും. സാധാരണ നമ്മൾ ലീഡായിട്ടാണ് ഉപയോഗിക്കാറ്. -π/2 വോൾട്ടേജിൽ കൊണ്ടുവരുന്നത് കറണ്ടാണ് മുന്നേ പോകുന്ന, വോൾട്ടേജ് പിറകിലാണ്. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് എടുക്കുമ്പോഴാണ് -π/2 ആയിട്ട് എടുക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.